ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നൈക്ക ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കുറച്ചധികം പ്രോഡക്ട്സ് നൈക്കയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഹെയറിനെ സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ സ്ട്രൈറ്റ്നേഴ്സ്, അതുപോലെ ഹെയർ സെറ്റിംഗ് സ്പ്രൈസ്, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഉള്ളത്. ബാക്കി സ്കിൻ കെയറിൻ്റെയും ബാക്കി ഐറ്റംസ് ഒക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ഇത് ഇത്രയും വലിയൊരു ബോക്സിലായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാനത് വന്ന് ഒരിക്കലും ഞാൻ പൊട്ടിച്ച് നോക്കി. അപ്പോൾ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്താണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. കാരണം പകലൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ മോള് വന്നിരുന്നിട്ട് അപ്പം അതിൻ്റെ കൂടെ കൂടും. അപ്പോൾ ആൾ കൂടെ കമ്പനി അടിച്ചിരുന്ന് ചെയ്യാൻ വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും വലിച്ച് വാരിയിട്ട് ആളുടേതായിട്ടുള്ള കളിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റിയാണ്. അപ്പോൾ പിന്നെ ഞാനതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതിൽ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ സ്ട്രൈറ്റ്നറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു, 2-3 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ 10th 11th പഠിക്കുന്ന ടൈമിലാണെങ്കിൽ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് കേൾസ് ആയിട്ട് കിടക്കുന്ന ഹെയറാണ്. അപ്പോൾ എൻ്റെ ബേബിയുടെ സെയിം ഹെയർ പോലത്തെ ഹെയർ ആയിരുന്നു എൻ്റെ. ഞാൻ 10th പഠിക്കുന്ന ടൈമിൽ എൻ്റെ ചേട്ടൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് സ്ട്രൈറ്റ്നർ കൊടുന്നായിരുന്നത്. അപ്പോൾ പിന്നെ +1 +2 ഒക്കെ ഞാൻ ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റൈലിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ അത് യൂസ് ചെയ്തിട്ട് അന്ന് തൊട്ട് എൻ്റെ ഹെയർ ഡാമേജ് ആവാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സും സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ബൊട്ടോക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഏറെക്കുറെ കൂടി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഐക്കോണിക്കിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നറാണ്. അപ്പോൾ നമുക്ക് വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരാണ് വെച്ചാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈറ്റ്നറാണ് കേട്ടോ. അത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത സംഭവം കുറച്ച് വലുതാണ് കേട്ടോ. ഇത് ഇതില് നമ്മുടെ കേൾസ് ഡിഫ്യൂസർ എന്ന് പറയും. കേൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധനം. ഇത് ആക്ച്വലി ഞാൻ കേളി ഹെയർ ആയിരുന്ന ടൈമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാധനമുണ്ട്. പക്ഷെ എന്നെ എനിക്കിത് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിനൊക്കെ പറ്റിയത്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്തെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. മീൻസ് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ താഴെ ഇതാണ്. ഇതിൽ ഹീറ്റും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ളതാണ് ഈ രണ്ടെണ്ണം. നമ്മുടെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി ഞാൻ നേച്ചറൽസിലൊക്കെ നിൽക്കുന്ന ടൈമിലാണ് ഫസ്റ്റ് ടൈം ഞാൻ ഇത് വെച്ചിട്ട് സ്ട്രൈറ്റ്നർ അല്ലാണ്ട് എന്താ പറയുക ഹീറ്റർ യൂസ് ചെയ്തിട്ട് ഹെയർ കേൾ ചെയ്തിട്ടിടാം, സെറ്റ് ചെയ്തിട്ടിടുന്നത്. എനിക്ക് അവിടെ ഒരു ദീദിയുണ്ട്, ആളാണ് എനിക്ക് അതിനെ പറ്റിയിട്ടൊക്കെ പഠിപ്പിച്ചു തന്നേട്ടാ. കാരണം ഞാൻ അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇത് പിന്നെ അതിൻ്റെ കാർഡാണ്. ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് പിന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ബ്രഷ് ഉണ്ടാവും. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ.
പണ്ട് ഒരുപാട് ഞാൻ ഇത് മേടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊട്ടക്ടറാണ്. നമ്മുടെ ഹെയറിൽ നമ്മൾ സ്ട്രൈറ്റ്നേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വെച്ചാൽ അതിന് മുന്നേ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് മേടിക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ വർക്കിനൊക്കെ പോകുന്ന ടൈമിലാണ് വെച്ചാൽ നമ്മുടെ ബ്രൈഡ് അല്ലാണ്ട് ബ്രൈഡിൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടുതരാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് അവർക്ക് എന്താ പറയുക ക്രിബിങ്ങും അതിൻ്റെ മൂവ്സും സാധനങ്ങളൊന്നും യൂസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവർക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ഹെയർ സെറ്റ് ചെയ്തിടാൻ പറ്റും. നമുക്ക് ആരുടെ ഹെയർ ആയാലും എന്താ പറയുക ഡയറക്റ്റ്ലി ഹെയറിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവാൻ ചാൻസ് 100% കൂടുതലാണ്. സോ അവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. ഇനിയുള്ള 3 പ്രൊഡക്റ്റ് ഹെയർ സെറ്റിംഗ് സ്പ്രേയും അതുപോലെ ഹെയർ കേൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് കേൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തേർഡാണ്. അതുപോലെ ഇത് പവറാണ് 5 ആണ്, ഇതും 5 ആണ്. അപ്പോൾ ഇത് 3ഉം ഷോസ്കോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അപ്പം ഞാൻ ഇപ്പോഴെല്ലാം മുന്നേ ഇതുപോലെ ഹെയറിൻ്റെ ഒക്കെ എല്ലാ സാധനങ്ങളും ഷോസ്കോപ്പിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യാറ്. അതുപോലെ നമ്മുടെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന ക്രീംസും കാര്യങ്ങളൊക്കെ ഷോസ്കോപ്പിൻ്റെ എണിച്ച വെർജിൻ ഹെയർ ഒക്കെ എണിച്ച ഷോസ്കോപ്പിൻ്റെ എണിച്ച കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഹെയർ സ്ട്രൈറ്റനിങ്ങിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല. നമ്മുടെ സലൂൺസിലൊക്കെ സെയിം സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നൈക്ക ഹോൾ വീഡിയോയിൽ ഇന്ന് ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൻ്റെയും മേക്കപ്പിൻ്റെയും ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ബൈ ബൈ ഗൈസ്.